ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ എന്തിനാണ് ഈ അനുദിനം മാനസാന്തരപ്പെടുന്നതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താ. ഒരിക്കലായിട്ട് നമ്മൾ കഴിവപ്പെട്ടവരല്ലേ. അത് യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ യോഹന്നാൻ 13-ൻ്റെ 4 നമുക്കറിയാം. പെസഹ അത്താഴം കഴിക്കുന്നതിൻ്റെ ഇടയിൽ അത്താഴത്തിനിടയിൽ 4 വായിക്കണം. അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റ് മേലങ്കി മാറ്റി ഒരു തൂവാലെടുത്ത് അരയിൽ കെട്ടി, അനന്തരം ഒരു താളത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാനും അരയിൽ ചുറ്റിയിരുന്ന തൂവാലുകൊണ്ട് തുടയ്ക്കാനും തുടങ്ങി. അവൻ ശിമയോൻ പത്രോസിൻ്റെ അടുത്തെത്തി. പത്രോസ് അവനോട് ചോദിച്ചു, കർത്താവേ, നീ എൻ്റെ കാൽ കഴുകിയോ? പത്രോസിനെ സംബന്ധിച്ചോളം അത് ചിന്തിക്കാൻ വയ്യാത്ത കാര്യമാണ്. യേശു ദൈവപുത്രനാണ്, തൻ്റെ ഗുരു ശിഷ്യൻ്റെ കാല് കഴുകി. കർത്താവേ, നീ എൻ്റെ കാൽ കഴുകിയോ? യേശു പറഞ്ഞു, ഞാൻ ചെയ്യുന്നത് എന്തെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല, എന്നാൽ പിന്നീട് അറിയും. പത്രോസ് പറഞ്ഞു, നീ ഒരിക്കലും എൻ്റെ പാദം കഴുകരുത്. പത്രോസ് എന്നിട്ടും കൺവിൻസ്ഡ് ആയില്ല. പത്രോസ് നോ, ഞാൻ സമ്മതിക്കത്തില്ല, എൻ്റെ പാദം എൻ്റെ ഗുരു കഴുകാൻ ഞാൻ അനുവദിക്കത്തില്ല. യേശു പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. ഓർത്തോണം, നമ്മൾ ഈ അനുദിനം നമ്മൾ എന്തിനാണ് മാനസാന്തരപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ അത് ബ്രേക്ക് ചെയ്യാതെ മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾക്ക് ഈ ലോകത്ത് ജീവിക്കാൻ നമുക്കറിയാം, പലതിലും നമ്മൾ ചിലർക്ക് ഇപ്പോൾ അറിയാതെ പെടും, അറിഞ്ഞുകൊണ്ട് പെടും. അപ്പോൾ അവിടെ ഒരു ഗിൽറ്റി കോൺഷ്യസ് കയറും, കുറ്റബോധം വരും, പിശാച് അതിനെ മുതലെടുക്കാൻ നോക്കും. നമ്മളും കർത്താവുമായിട്ടുള്ള ബന്ധത്തെ ഇങ്ങനെ വിള്ളലുമുണ്ട്. ഞാൻ ഒത്തിരി അനുഭവിച്ചു. ഇങ്ങനെ അകറ്റിയേറ്റി കൊണ്ടു, നീ ഇനി പ്രാർത്ഥിക്കേണ്ട, നീ ഒരു പാപിയാണ്, നിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല, അത് സമയം കഴിയുന്നതോടെ അകറ്റിയേറ്റി കൊണ്ടു. എന്നാൽ അന്നേരം തന്നെ അത് റിയലൈസ് ചെയ്ത്, തെറ്റിപ്പോയി, പാപം ചെയ്തു എന്ന് റിയലൈസ് ചെയ്ത് പെട്ടെന്ന് കർത്താവേ എന്നോട് ക്ഷമിക്കണം, എനിക്കത് പറ്റിപ്പോയി, ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, എന്നെ സഹായിക്കണം, എന്നെ കഴിയണമെന്ന് പറയാനില്ല, പെട്ടെന്ന് എനിക്ക് ആ പോകാം, വീണ്ടും കർത്താവായിട്ട് വന്നു. അതോടെ പറയുന്നത്, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല. അപ്പോൾ ശിമയോൻ പത്രോസ് പറഞ്ഞു, കർത്താവേ, എങ്കിൽ എൻ്റെ പാദങ്ങൾ മാത്രമല്ല കരങ്ങളും ശിരസ്സും കൂടി കഴുകണമേ. ഓവറാക്കും. ഇപ്പോൾ കാല് മാത്രം കഴുകി പങ്ക് കിട്ടുകയാണെങ്കിൽ എൻ്റെ പാദങ്ങളുമല്ല കരങ്ങളും ശിരസ്സും കൂടി എന്നെ അങ്ങ് കുളിപ്പിച്ചേക്കാൻ. അപ്പോൾ പിന്നെ പങ്കല്ല, അങ്ങ് എന്നാ പറയുന്നത്, അങ്ങ് ഓവറാക്കി. ഇനിയുള്ള ശ്രദ്ധിച്ചിട്ടുണ്ടോ? യേശു പ്രതിഫലിച്ചു, കുളി കഴിഞ്ഞവൻ്റെ കാലുകൾ മാത്രമേ കഴുകേണ്ടതുള്ളൂ, അവൻ മുഴുവൻ ശുചിയായിരിക്കും. നിങ്ങളും ശുദ്ധിയുള്ളവരാണ്. നമ്മൾ കുളി കഴിഞ്ഞ കർത്താവിൽ വിശ്വസിച്ചു, നീതീകരിക്കപ്പെട്ടവൻ, കർത്താവ് നീതീകരിച്ചവൻ ഒരു കുളി കഴിഞ്ഞവനെ പോലെ അവൻ ഓവറോൾ ശുദ്ധി വന്നു. പക്ഷേ ഈ ലോകത്ത് നടക്കുമ്പോൾ അവൻ്റെ പാദങ്ങളിൽ ചെളി പറ്റും. സിംബോളിക്കായിട്ട് കർത്താവ് കാണിക്കുക, നിൻ്റെ പാദങ്ങളൊക്കെ ചെളിയാവും, നിൻ്റെ ശരീര ശുദ്ധിയുള്ളത് നിൻ്റെ പാദങ്ങൾ ലോകത്തിൽ കൂടെ നടക്കുമ്പോൾ ചെളിയാവുന്നുണ്ട്. അത് കഴുകിയാൽ മതി, നീ ഓൾറെഡി ശുദ്ധിയുള്ളവനാണ്. പക്ഷേ ഈ പറ്റുന്ന കാലെ പറ്റുന്ന ചെറിയ അഴുക്കുണ്ടല്ലോ, അത് എന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മളെ നീതീകരിച്ച, യേശുവിൻ്റെ രക്തത്താൽ നമ്മളെ നീതീകരിച്ചത്, കഴി വെടിപ്പാക്കിയതാണ്. പക്ഷെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്കറിയാം, ലോകത്തിൽ നിന്ന് പല മാലിന്യങ്ങളും നമുക്ക് പറ്റുന്നുണ്ട്. നമ്മൾ നീതീകരിക്കപ്പെട്ടവരായതുകൊണ്ട് നമ്മൾ അപ്പോൾ ഏറ്റു പറഞ്ഞ് കഴുകൽ പ്രാപിച്ച്, അതെല്ലാം നമ്മൾ വായിച്ചേ, ഈ ദൈവം ഗോഡ് ഈസ് ലൈറ്റ്, അവൻ അപ്പം ദൈവം യേശുക്രിസ്തു പ്രകാശത്തിലായിരിക്കുന്നു അല്ലേ, അവൻ വിശ്വസിക്കുന്നു, പ്രകാശം നടക്കുന്നു, അവനോട് കൂട്ടായ്മ ഉണ്ടെന്ന് പറയും, അന്ധകാരത്തിൽ നടക്കുകയും ചെയ്യുന്നവൻ, കള്ളം പറയുന്നവൻ പാപിയാണ്, അവന് സത്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദൈവത്തിൽ ഫുള്ളി അന്ധകാരത്തിലല്ല നടക്കുന്നത്, അവൻ വെളിച്ചത്തിലാണ് നടക്കുന്നത്. കർത്താവുമായിട്ട് കൂട്ടായ്മ എന്നിട്ട് പറയണം, അവനുമായിട്ട് കൂട്ടായ്മ ഉള്ളതുകൊണ്ട് അവൻ്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി ശുദ്ധീകരിക്കും. അത് ഈ ഡെയിലി വോക്കിലിനെ കുറിച്ചാണ് പറയുന്നത്. വെളിച്ചത്തിൽ നടക്കുമ്പോൾ ഡെയിലി വോക്കിൽ എന്താ സംഭവിക്കുന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. വെളിച്ചത്തിലായതുകൊണ്ട് ഓൾറെഡി നമ്മളെ കുളിപ്പിച്ചതാണ്, വിശുദ്ധീകരിച്ചതാണ്. പക്ഷേ ഈ ഡെയിലി ലൈഫിൽ, ഡെയിലി വാക്കിൽ കർത്താവിൻ്റെ വെളിച്ചത്തിൽ നടക്കുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവ് നമുക്ക് കാണിച്ചു തരും ചെളി പറ്റുന്നുണ്ടോ അല്ല. കാണിക്കുക മാത്രമല്ല, അപ്പോൾ തന്നെ നമ്മൾ ഏറ്റു പറയുമ്പോൾ തൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കും. ഇറ്റ്സ് ഓൺ ഗോയിങ് പ്രോസസ്. ഒരിക്കലായിട്ട് മെയിൻലി നമ്മളെ കുളിപ്പിച്ചു, ഇപ്പം നമ്മുടെ കാലാണ് ചെളിയാകുന്നത്, അതിന് കർത്താവിൻ്റെ രക്തം കഴുകിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഒരിക്കൽ കുളിച്ചെന്ന് കഴിഞ്ഞാൽ പിന്നെ 6 മാസം കഴിഞ്ഞിട്ടാണോ കുളിക്കുന്നത്? അത് നമുക്കറിയാം. വൈകിട്ട് കുളിച്ചിട്ട് പോകുമ്പോൾ
അല്ലെങ്കിൽ രാത്രി കിടക്കാൻ നേരം പിന്നെ ചിലപ്പോൾ കാലൊന്ന് കഴുകും, ഫ്രഷാണ്, മുഖമൊക്കെ കഴുകും. പിന്നെ ചിലപ്പോൾ കുളിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇദ്ദേഹത്തിന് ചെളിയൊന്നുമില്ല എന്ന് പറഞ്ഞതുപോലെ യേശു പ്രതിവച്ചു, കുളി കഴിഞ്ഞവൻ്റെ കാലുകൾ മാത്രമേ കഴുകേണ്ടതുള്ളൂ, അവൻ മുഴുവൻ ശുദ്ധിയായിരിക്കും, നിങ്ങളും ശുദ്ധിയുള്ളവരാണ്. അപ്പം വിശുദ്ധീകരണത്തിൻ്റെ അല്ലേ, നമ്മുടെ കഴിവിലല്ല ഇതൊന്നും കണ്ടു. ശരി, പറയാൻ കാര്യം ഈ ന്യായപ്രമാണത്തിൽ ആശ്രയിക്കുന്നവർ അവരുടെ കഴിവിൽ ശുദ്ധീകരണം നടത്താൻ നോക്കുക. പക്ഷെ ഒരു ദൈവത്തിൽ യേശുക്രിസ്തു പുതിയ ഉടമ്പടിയുടെ കീഴിലുള്ള ഒരാളെ കർത്താവ് അനുദിനം വിശുദ്ധീകരിക്കുക. എങ്ങനെയാണ്? അവൻ വെളിച്ചത്തിൽ നടക്കും. കർത്താവുമായിട്ട് കൂട്ടായ്മ. കർത്താവുമായിട്ട് കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ എന്താ? പാപമില്ലെന്നല്ല എൻ്റെ മീനിങ്. ഇൻ ഫെലോഷിപ്പ്, അല്ലെങ്കിൽ ആ വെളിച്ചത്തിൽ നടക്കുക. സത്യം കപടതയില്ല എന്ന് പറഞ്ഞാൽ നമുക്കൊരു തെറ്റുപറ്റി, പുറത്താരും പറഞ്ഞില്ല, നമുക്ക് അന്നേരം പരിശുദ്ധാത്മ കാണിച്ചില്ല, എടാ നീ ഇപ്പം ചിന്തിച്ച കാര്യം തെറ്റാണ്, ഒരു ദൈവം ചോദിച്ചത് പുറത്താരോടും പറഞ്ഞു, കർത്താവേ സോറി, എനിക്കിപ്പോഴും പറ്റുന്നില്ല, ഇത്രയും വർഷമായി, ഇപ്പോഴും എൻ്റെ ഉള്ളിൽ അസൂയുണ്ട്, അല്ലെങ്കിൽ കുശുമ്പുണ്ട്, അല്ലെങ്കിൽ വേണ്ടാത്ത മോഹങ്ങളുണ്ട്, ലോഡ് സോറി, എന്നെ കഴിയണേ. അതിനെക്കുറിച്ച് പറഞ്ഞു മനസ്സിലായി വിശ്വസിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ.